നമ്മൾ പാരീസിലെ ലാസ്റ്റ് 3 days താമസ അക്കോമഡേഷൻ ആട്ടോ. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ചെറിയ അപ്പാർട്ട്മെന്റ് ആണ്. നമ്മളങ്ങനെ വലിയ ഹോട്ടലൊന്നും ബുക്ക് ചെയ്യാറില്ല. കാരണം നമ്മൾ ഡേ മൊത്തം ഇങ്ങനെ കറങ്ങിയിട്ട് രാത്രി ആയിരിക്കും കയറുന്നത്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുകയും ചെയ്യും. കുക്കിങ്ങിനുള്ള ഏരിയ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഹോട്ടലൊക്കെ ആണെങ്കിൽ അവിടെ പൂളും അങ്ങനെ കുറേ ഫെസിലിറ്റി ഉണ്ടാവും. നമുക്കങ്ങനെ അതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ താല്പര്യമില്ല. നമുക്ക് പുറത്തോടെ കറങ്ങാൻ താല്പര്യമുള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ എടുക്കുക. എപ്പോഴും booking.com വഴിയായിട്ടോ അല്ലെങ്കിൽ booking.com ആണ് നമ്മളെപ്പോഴും യൂസ് ചെയ്യാറ്. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ ആണെങ്കിൽ കണ്ടില്ലേ, നമുക്ക് ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. ടോയ്ലറ്റ് വിത്ത് ഷവറുള്ള ടോയ്ലറ്റ്. അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ ലിവിങ് റൂം. ഇത് ശരിക്കും സോഫയാട്ടോ. ആ സോഫയിൽ നമ്മൾ രാത്രിയിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ബെഡാക്കി മാറ്റുന്നതാണ്. അതുപോലെ ചെറിയൊരു സിറ്റിംഗ് പ്ലേസ് ഉണ്ട്. പുറത്തോട്ട് നമുക്ക് ബാൽക്കണി ഉണ്ട് കേട്ടോ. ബാൽക്കണി ലോക്ക് ആക്കിയിട്ടേക്കാം. അവിടെ നമുക്ക് ഇരിക്കാനും ഒക്കെ ഉള്ള സ്ഥലമുണ്ട്. ഒത്തിരി വ്യൂ ഇല്ലായിരുന്നു ഈ ബാൽക്കണിക്ക്. ഇതാണ് നമ്മുടെ കിച്ചൺ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് വൈകുന്നേരം വന്നിട്ട് രാത്രി വന്നിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. അങ്ങനെ വേറെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. കണ്ടോ, ചെറിയ കുക്കിംഗ് റേഞ്ച് ഉണ്ടാവും, ഫ്രിഡ്ജ് ഉണ്ടാവും, അത്യാവശ്യം ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ടോസ്റ്റ് ചെയ്യാനുള്ളതും കെറ്റിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇതൊരു ഹോസ്റ്റലിൻ്റെ ഇല്ലാത്ത വരുന്ന അപ്പാർട്ട്മെൻ്റ് ആയിരുന്നേ. അപ്പോൾ ഇപ്പം നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ട്, വാഷിംഗ് മെഷീൻ അങ്ങനത്തെ കാര്യങ്ങൾ വേണമെങ്കിൽ അവർ കോമൺ ആയിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടെ പോയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് വരുന്നത്. ടി വി ഉണ്ട്, നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്, നല്ല ക്യൂട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ആൻറ്റിക് ഫീലിലുള്ള പെയിൻറ്റിങ്ങും ലൈറ്റ് ഷെയ്ഡ്സൊക്കെ കൊടുത്തിട്ട്. ഇനി ഇതാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത്. കണ്ടോ, ഇതാട്ടോ നമ്മുടെ സെറ്റി ആയിരുന്നത്. സോഫ കം സെറ്റി കണ്ടോ, തിരിച്ചിട്ടപ്പോൾ സോഫയായി. നമ്മുടെ നാട്ടിൽ ഇതൊന്നും അധികം കണ്ടിട്ടില്ല അല്ലേ. പക്ഷേ ഇവിടുത്തെ നമ്മൾ എല്ലാ അക്കോമഡേഷന് പോകുമ്പോഴും നമ്മൾ ഇവർക്ക് 2 പേർക്കും ഉള്ളതുകൊണ്ട് നമ്മൾ 4 പേരുടെ കൗണ്ടാളിടുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പറഞ്ഞായിരിക്കും ഒരു സെറ്റി തരുന്നത്. സോഫ കം സെറ്റി എന്നുള്ളത് അല്ല, ബെഡാകുന്ന സോഫ. പിന്നെ പറഞ്ഞാൽ നോർമൽ ബെഡും ഉണ്ടാവും കേട്ടോ. പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് റൂമായിട്ടുള്ളത് ഇവിടെ കേട്ടോ. കണ്ടിപ്പോൾ കഴിഞ്ഞാൽ ഒരിക്കലും തോന്നില്ല അല്ലേ, ഇത്രയും സ്പേസ് ഒക്കെ ഉള്ളൊരു നമ്മുടെ ലിവിങ് സ്പേസ് ആയിരുന്നു എന്നുള്ളത്. കംഫർട്ടബിൾ അല്ലേടാ? കിടക്കാൻ എങ്ങനെ ഉണ്ടായിരുന്നോ? കേട്ടോ നമ്മുടെ റൂം. അപ്പോൾ ഈ സാധാരണ നമ്മൾ ഇങ്ങനത്തെ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിന് സെപ്പറേറ്റ് റൂമായിട്ടുണ്ടാവല്ലോ. ഒരു ബെഡ് സ്പേസ് ഉണ്ടാവുന്നല്ലോ, അല്ല അതുപോലെ റൂമായിട്ടുണ്ടാവല്ലോ. അതായത് നല്ല ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് തവണ വന്നപ്പോൾ. അപ്പോൾ ഇത് നമ്മുടെ ബെഡ്റൂം, വലിയ ബെഡുണ്ട്. അതുപോലെ നമുക്ക് ചെറിയ മേക്കപ്പ് ടേബിളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മളെ പറഞ്ഞു രാത്രി അവിടെ എത്തുമ്പോൾ ചെറിയ വാർഡ്രോബ് ഉണ്ട്, ലോങ് മിറർ ഉണ്ട്. ഇവിടെ നിന്നാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് വളരെ ചെറിയൊരു വ്യൂ ഉണ്ട്. പക്ഷെ അത് കുറച്ച് സ്ട്രീറ്റ് ആയിട്ട് അങ്ങനെ വലിയായിട്ട് കാണാനൊന്നുമില്ല. പക്ഷേ ഈ ബെഡും നമുക്ക് സോഫ ബെഡും ഇത് 2 സ്പേസ്. അപ്പോൾ നമ്മൾ booking.com വഴിയാണ് നമ്മളിതൊക്കെ ബുക്ക് ചെയ്യാറ് മിക്കവാറും. പിന്നെ നമ്മൾ ഓൾറെഡി പോകാൻ വേണ്ടി പാക്കപ്പ് ചെയ്തിരിക്കണം കേട്ടോ. നമ്മൾ 3 ദിവസം താമസം കഴിഞ്ഞ് രാവിലെ 11 മണിക്ക് മുന്നേ നമുക്ക് ചെക്കൗട്ട് ചെയ്യണേ. അപ്പോൾ നമ്മളൊക്കെ പാക്ക് ചെയ്ത് അത്യാവശ്യം ക്ലീൻ ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി അവർക്ക് നമ്മൾ താക്കോൽ താഴെ കൊണ്ടുപോയി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്പേസ് വരുന്നത്.